പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് അതിരറ്റ് സ്നേഹമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തെ അളക്കാനോ അതിനെ മനസ്സിലാക്കാനോ പോലും നമുക്ക് സാധ്യമല്ല. അത്രമേൽ അള്ളാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹു അവൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ് നമുക്കൊരു റമദാനും കൂടി അള്ളാഹു നൽകിയത്. ആ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും വളരെ വേഗത്തിൽ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാനിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നേടിയെടുക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്താണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ധാരണ അവൻ്റെ മേലേക്ക് വീഴാൻ പോകുന്നൊരു പർവ്വതം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം പാപകർമ്മങ്ങൾ, തിന്മകൾ അവൻ്റെ മൂക്കിലൊരു ഈച്ച വന്നിരിക്കുന്ന അത്രയും നിസ്സാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തെല്ലാം കെടുതികൾ, പ്രയാസങ്ങൾ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മുടെ തിന്മകളാണ്, നമ്മുടെ പാപകർമ്മങ്ങളാണ്. ഖുർആൻ മുൻകാല സമുദായങ്ങളുടെ സംഭവങ്ങൾ പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഞാൻ അവരെ പിടികൂടി ശിക്ഷിച്ചത് അവരുടെ തിന്മയുടെ പേരിലാണ്. അള്ളാഹു എന്നിട്ട് പറയുന്നുണ്ട് ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, ചിലരുടെ മേൽ ഞാൻ ആകാശത്തുനിന്ന് കല്ലുമഴ പെയ്യിപ്പിച്ചു, ചിലരെ ഞാൻ മുക്കി നശിപ്പിച്ചു, ചിലരുടെ കോലം ഞാൻ മറിച്ചു, ചിലരുടെ അട്ടഹാസങ്ങളിലൂടെ അവരെ നശിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു ലോകത്ത് മുൻകാല സമുദായങ്ങളുടെ നാശത്തെക്കുറിച്ച്, അവർക്കിറങ്ങിയ ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് ഞാൻ അവരോട് അക്രമം ചെയ്തിട്ടില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നിന്റെ റബ്ബ് അടിമകളോട് അക്രമം ചെയ്യുന്നവനേ അല്ല. അവൻ അക്രമത്തെ സ്വന്തത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കിയവനാണ്. ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ മേൽ അക്രമത്തെ നിഷിദ്ധമാക്കി എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു തൻ്റെ അടിമയോട് ഒരിക്കലും അക്രമം ചെയ്യില്ല. പിന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെ താഴെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ആ തിന്മകളുടെ കെടുതി മനുഷ്യൻ അനുഭവിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് വമാ അസാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ, നിങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ മുസീബത്തുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലമാണ്. വയഅഫു അൻ കസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൊക്കെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല, പലതും ഞാൻ മാപ്പ് ചെയ്ത് വിട്ടുകളയുകയാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ ചെയ്തികൾ മൂലമാണെന്ന് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയാ വലനുദീഖന്നഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ അല്പം മാത്രമാണ് നാം അവരെ രുചിപ്പിക്കുന്നത്. നാം ചെയ്യുന്ന തിന്മകളുടെ യഥാർത്ഥ ശിക്ഷ നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ തിന്മകളെക്കുറിച്ചുള്ള ഗൗരവമുണ്ടാകണം. ആ ഗൗരവത്തോട് കൂടി നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടി നമ്മൾ തുനിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ ആദ്യ ചരിത്രം വിവരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനാകുന്ന ഈ കുലത്തിൻ്റെ ആദ്യ പിതാവാകുന്ന ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷമുള്ള സംഭവം അല്ലാഹു പറയുന്നുണ്ട്. ഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ സുഭിക്ഷമായി ജീവിക്കുക. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഞാൻ പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ കനി മാത്രം നിങ്ങൾ കഴിക്കരുത്.
വലാ തഖറബാ ഹാദിഹി ഷജറ, ആ വൃക്ഷത്തോട് അടുക്കുക പോലും ചെയ്യരുത്. ബാക്കിയെല്ലാം ആസ്വദിച്ചോ, സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ ആസ്വദിച്ചോ, ഒരു കനി മാത്രം കഴിക്കരുത്. പ്രിയമുള്ളൊരു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് സ്വർഗത്തിൽ ജീവിച്ചു പോയ മറ്റൊരാളുണ്ട്. അയാളുടെ പേരാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. സ്വർഗത്തിൽ എന്ന് മാത്രമല്ല, മലക്കുകളുടെ ഉസ്താദായി വാണരുളിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ജിന്നിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട ആളാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗത്തിൻ്റെ ഉയർന്ന പദവികളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വഴികെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലക്കുകളൊക്കെ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വഴികെടാൻ സാധ്യതയുണ്ടെന്ന് അന്ന് അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളെല്ലാം അല്ലാഹു കാക്കട്ടെ. ഏതായാലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അല്ലാഹു കൽപ്പിച്ചു, ഉസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, മുഴുവൻ മലക്കുകളും സുജൂദിൽ വീണു. ഇബ്ലീസ് സുജൂദിൽ വീണില്ല. അല്ലാഹു ചോദിച്ചു, എന്താ ഇബ്ലീസ് നീ സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസ് തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചു. അവൻ പറഞ്ഞു, എന്നെ നീ തീയിൽ നിന്നാണ് പടച്ചത്, ആദമിനെ കളിമണ്ണിൽ നിന്നാണ്. ഖലഖ്തഹു മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എൻ്റെ സ്റ്റാറ്റസ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഉഖ്റുജ്, നീ ഇറങ്ങു പുറത്ത്, നീ ഇറങ്ങു പുറത്ത്. ഫഇന്നക മിനസ്സാഗിരീൻ, നീ നിന്നിൽ നിന്നനാണ്. സത്യത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു തെറ്റേ ചെയ്തു. ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല. ആദം അലൈഹിസ്സലാമും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഒരു നബിയും തെറ്റ് ചെയ്യില്ല. അഭൗതിക ലോകത്തിൻ്റെ കാര്യമാണ് അല്ലാഹു പറയുന്നത്, ഭൗതിക ലോകത്തിൻ്റെ കാര്യമല്ല. ആദം തൻ്റെ റബ്ബിനെതിരെ പ്രവർത്തിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ നമുക്കത് പറയാൻ ധൈര്യമില്ല. അള്ളാഹുവും അവൻ്റെ നബിയും തമ്മിലുള്ള ബന്ധമാണ് ആ പറയുന്നത്. ആദം അലൈഹിസ്സലാമിനോടും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താകാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ ആദം അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാബിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. തിന്മയുടെ കെടുതികളിൽ ഒന്നാമത്തെ കെടുതിയാണ് പടച്ചവൻ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പടച്ചവൻ തിരിച്ചെടുക്കുമെന്നത്. തിന്മയുടെ കെടുതിയാണത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ ആദം നബിയും ഇബ്ലീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബ്ലീസ് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ചു. ആ തെറ്റിൻ്റെ ന്യായീകരണങ്ങൾ അവനെ വീണ്ടും വീണ്ടും കുഫറിലേക്ക് കൊണ്ടെത്തിച്ചു. ഖുർആൻ പറയുന്ന അബാ വസ്തക്ബർ, ആദ്യം അവൻ കൽപ്പന അനുസരിച്ചില്ല. എന്തുകൊണ്ട്? അവൻ അഹങ്കാരിയായതുകൊണ്ട്. അവൻ ന്യായീകരണങ്ങൾ പറഞ്ഞു. അവൻ്റെ അഹങ്കാരം വകാന മിനൽ കാഫിരീൻ, കുഫറിലേക്ക് കൊണ്ടെത്തിച്ചു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ ആ കിബർ അവനെ കുഫറിലേക്ക് എത്തിക്കുമെന്ന് ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തിന്മ പ്രവർത്തിച്ചിട്ട് ഖേദിച്ചില്ല. ആദം അലൈഹിസ്സലാമിൽ നിന്നുണ്ടായ വീഴ്ചയുടെ പേരിൽ ആദം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഖാല റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം അലൈഹിസ്സലാമിന് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടു. ഭൂമിയിലേക്ക് ഇറങ്ങി, ഭൂമിയിലും അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടു. സ്വന്തം ഇണയെ അല്ലാഹു അകറ്റി നിർത്തി. ഖുർആൻ പറയുന്ന ഈ വാചകങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഓരോരോ പോയിന്റുകളുണ്ട്. ഒരു തിന്മ ചെയ്യുന്ന കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോവില്ല. ഒരു ഭർത്താവ് തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബജീവിതം പ്രശ്നത്തിലാകും. ഭാര്യ തിന്മയിലാണെങ്കിൽ അവളുടെ കുടുംബജീവിതങ്ങളിൽ ബറക്കത്തുകൾ നഷ്ടപ്പെടും, പരസ്പരമുള്ള സ്നേഹങ്ങൾ നഷ്ടപ്പെടും. എന്ന് നമ്മൾ അവസ്ഥകൾ ആലോചിച്ചു നോക്കി. പഴയതിലേറെ കുടുംബജീവിതങ്ങൾ ശിഥിലമായി കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിന്മകളിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. തിന്മകളുടെ കെടുതി അള്ളാഹു ഖുർആനിലൂടെ പറയാൻ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബിവിയും തമ്മിൽ ഏകദേശം 90 വർഷം അവർ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു. ആ കാലയളവിൽ ആദം നബി എന്ത് ചെയ്തു? ഖുർആൻ അതാ പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചയിൽ ആദം നബിയെ പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. റബ്ബന വലംന അൻഫുസന,
ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു. വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ കാരുണ്യം ചൊരിഞ്ഞില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾക്കൊരു അവകാശവും നിന്റെ അടുത്ത് പറയാനില്ല. നീ തന്ന കണ്ണുകൊണ്ടാണ് ഞങ്ങൾ തിന്മ കണ്ടത്, നീ തന്ന കാതുകൊണ്ടാണ് തിന്മ കേട്ടത്, നീ തന്ന നാവ് കൊണ്ടാണ് തിന്മ സംസാരിച്ചത്, നീ തന്ന ആരോഗ്യം കൊണ്ടാണ് ഞാൻ തിന്മ പ്രവർത്തിച്ചത്, നീ തന്ന കൈകാലുകൾ കൊണ്ടാണ് തിന്മയിലെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചത്, നീ തന്ന ഭൂമിയുടെ മേലെയാണ് ഞാൻ നടന്നത്, ആ ഭൂമിക്ക് മീതെയാണ് തിന്മ ചെയ്തത്, നീ തണലായി വിരിച്ച ആകാശത്തിന്റെ താഴെയാണ് ഞാൻ തിന്മ ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു അവകാശവാദവുമില്ല അല്ലാ. നീ ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഞാൻ, നിന്റെ ശിക്ഷയ്ക്ക് ഞാൻ വിധേയപ്പെടാൻ അർഹനാണ്. പക്ഷെ നീ കരുണ ചെയ്യുകയും മാപ്പ് തരികയും ചെയ്താൽ ചെയ്തില്ലെങ്കിൽ നഷ്ടപാടിയായി പോകും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആദം നബി. തഫ്സീറിൽ എഴുതുന്നുണ്ട്, ആദം അലൈഹിസ്സലാം തന്റെ തല ആകാശത്തേക്ക് ഉയർത്തുക പോലും ചെയ്തില്ലെന്നാണ് 70 വർഷത്തോളം. അങ്ങനെ കഴിഞ്ഞുകൂടി. അല്ലാഹു പറയാൻ, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, 70 വർഷത്തെ അദ്ദേഹത്തിന്റെ തൗബയുടെ വാചകം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ തൗബയെ സ്വീകരിച്ചു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലാഹ്. മനുഷ്യനാണെങ്കിൽ തിന്മകൾ സംഭവിക്കും. ആദമിന്റെ മകനാണോ, തിന്മകൾ സംഭവിക്കും. പക്ഷെ തിന്മകൾ സംഭവിച്ച അടിമ ഇബ്ലീസിലേക്ക് മടങ്ങരുത്. ഇബ്ലീസിന്റെ ചിന്ത പോലെ, ഇബ്ലീസ് ന്യായീകരിച്ചതുപോലെ ന്യായീകരിക്കരുത്. മറിച്ച് ജീവിതത്തിൽ ആ തിന്മയെ കുറിച്ച് ഓർത്ത് തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അതിനാണ് അള്ളാഹു റമദാൻ തന്നത്, അതിനാണ് ഈ പകൽ, അതിനാണ് ഈ രാത്രികൾ. അള്ളാഹു പറയും, വസാരിഊ, നിങ്ങൾ ഓടിയടുക്കിൻ, നിങ്ങൾ വേഗത്തിൽ വരിൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വരിൻ. നമ്മുടെ റബ്ബിന്റെ കാരുണ്യം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരാൻ. നമ്മുടെ റബ്ബി നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നത്. നിരാശയില്ല മുഅ്മിൻ നിരാശപ്പെടണ്ട. എത്ര കോടിക്കണക്കിന് തിന്മ ചെയ്ത അടിമയോടും അല്ലാഹ് ഇപ്പോഴും പറയാ, വസാരിഊ, നിങ്ങൾ ഓടിയടുക്കിൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ അടുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പാപമോചനത്തെ കുറിച്ച് പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, യബ്ന ആദം, അല്ലാഹ് പറയാ, ഏ ആദമിന്റെ മോനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെച്ച് നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും, അലാ മാ കാന ഫീക, നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തു തരും, ലാ ഉബാലി, എനിക്ക് പ്രശ്നമല്ല. യബ്ന ആദം, ആദമിന്റെ സന്തതി, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ തിന്മകൾ ആകാശം വരെ എത്തി. അല്ലാഹു പറയാ നമ്മളോട്, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ തിന്മകൾ ആകാശം വരെ എത്തി. സുമ്മ ഇസ്തഗ്ഫർതനി, ഒരു റമദാനിന്റെ പകൽ, ഒരു റമദാനിന്റെ രാത്രി, ഏതെങ്കിലും ഒരു നിമിഷം നീ എന്നോട് തൗബ ചെയ്താൽ, ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തരാം, വലാ ഉബാലി, എനിക്ക് പ്രശ്നമല്ല. വലൗ അതൈത ബിഖുറാബിൽ അർദി ഖതായ, ഇനി ഭൂമി നിറയെ തിന്മകൾ ചെയ്തുകൊണ്ടാണ് നീ വന്നത്. അല്ലാഹ് പറയാ, ഭൂമി നിറയെ നീ തിന്മകൾ ചെയ്തു, സുമ്മ ഇസ്തഗ്ഫർതനി, എന്നോട് മാപ്പ് ചോദിച്ചാൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരാം, വലാ ഉബാലി, എനിക്ക് പ്രശ്നമല്ല. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം എത്ര വലുതാണ്. ഒരു ഹദീസ് ഇങ്ങനെ വായിക്കുന്നതിനിടയിൽ ഒരു ഹദീസ് കാണാനിടയായി. വല്ലാത്ത ഹദീസാണ്. നമ്മൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കരുണയെ മനസ്സിലാക്കാൻ, അവന്റെ ഔദാര്യത്തെ മനസ്സിലാക്കാൻ ഏറ്റവും ഉതകുന്നൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഇന്നസ് സമാഅ തസ്തഅ്ദിനു റബ്ബഹാ അൻ തഹ്സിബ, തിന്മകൾ ചെയ്യുന്ന അടിമകളെ കുറിച്ച് കണ്ടിട്ട് ആകാശം അള്ളാഹുവിനോട് അനുവാദം ചോദിക്കും, ഞാൻ അവരുടെ മേലേക്ക് കല്ലുമഴ പെയ്യിപ്പിക്കട്ടെ അല്ലാഹ്. ഒരാകാശം അനുവാദം ചോദിക്കാൻ, വൽ അർദു തസ്തഅ്ദിനുഹു അൻ തബ്തലിഅ, ഭൂമി അള്ളാഹുവിനോട് ചോദിക്കുമേ, അല്ലാഹ്, നിന്റെ അടിമ നിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് എന്റെ മേൽ നിനക്കെതിരെ പ്രവർത്തിക്കുകയാണ് അല്ലാഹ്, അതുകൊണ്ട് ഞാൻ ഇവരെ വിഴുങ്ങട്ടെ. വൽ ബഹ്റു യസ്തഅ്ദിനു, സമുദ്രം ചോദിക്കാനേ, അല്ലാഹ്, ഞാൻ ഇവരെ കീറി ഇവരെ മുഴുവൻ മുക്കി നശിപ്പിച്ചു കളയട്ടെ. ആരാ ചോദിക്കുന്ന? അള്ളാഹുവിന്റെ ഓരോരോ സൃഷ്ടികൾ
കാരണം ഈ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ ആരാധനകളിലാണ്. അലം തറ, അല്ലാഹ് ചോദിക്കാൻ, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ വശജർ വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. മനുഷ്യ, നീ കാണുന്നില്ലേ, ആകാശത്തിലുള്ളത് മുഴുവൻ എൻ്റെ സുജൂദിലാണ്, ഭൂമിയിലുള്ളത് മുഴുവൻ എൻ്റെ സുജൂദിലാണ്, വൃക്ഷം എൻ്റെ സുജൂദിലാണ്, ഇഴജന്തുക്കൾ എൻ്റെ സുജൂദിലാണ്, സൂര്യൻ എൻ്റെ സുജൂദിലാണ്, ചന്ദ്രൻ എൻ്റെ സുജൂദിലാണ്. വഇൻ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, ലോകത്തൊരു അണുപോലുമില്ല എന്നെ തസ്ബീഹ് ചെയ്യാതെ. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അവരുടെ പ്രകീർത്തനങ്ങൾ മനസ്സിലാകില്ലെന്ന് മാത്രം. എന്നെ എല്ലാവരും സ്തുതിക്കുകയാണ്, എന്നെ എല്ലാവരും വാഴ്ത്തുകയാണ്. ആകാശത്ത് 4 വിരൽ വെക്കാൻ സ്ഥലമില്ല, അവിടേക്ക് മലക്കുകൾ സുജൂദിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നവർ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവർ, അവർ നോക്കുമ്പോൾ മനുഷ്യർ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചിട്ടും ആ റബ്ബിനെതിരെ പ്രവർത്തിക്കുക. അപ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ ചോദിക്കും, തസ്തഅ്ദിനു, മലക്കുകൾ ചോദിക്കാൻ, അള്ളാഹുവേ വത്തുഹ്ലിക, ഞങ്ങൾ നശിപ്പിച്ചു കളയട്ടെ, ഞങ്ങൾ ഇവരെ നശിപ്പിച്ചു കളയട്ടെ എന്ന് സമുദ്രവും ആകാശവും ഭൂമിയും ഒക്കെ ചോദിക്കുമ്പോൾ അല്ലാഹ് കൊടുക്കുന്ന മറുപടി എനിക്കും നിങ്ങൾക്കുമുള്ള പ്രതീക്ഷയാണ്. റബ്ബിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവ് മനസ്സിലാക്കാൻ ഈ ഹദീസ് ചിലപ്പോൾ മതിയാകും. അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ അവരോട്? വറബ്ബു തആല യഖൂൽ, അല്ലാഹ് പറയാണ്, ദഉ അബ്ദി, എൻ്റെ അടിമയെ നീ വിട്ടേക്ക്, എൻ്റെ അടിമയെ നീ വിട്ടേക്ക്. ഫഇന്നി അഅലമു ബിഹി, എനിക്ക് അടിമയെ കുറിച്ച് അറിയാം. ഇന്നശഅ്തുഹു മിനൽ അർദ്, ഭൂമിയിൽ അവനെ സൃഷ്ടിച്ചത് മുതലുള്ള അവസ്ഥ എനിക്കറിയാം. ഇൻ കാന അബ്ദുകും, ആ അടിമകൾ നിങ്ങളുടെ അടിമകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. വഇൻ കാന അബ്ദി, അവരെന്റെ അടിമയാണെങ്കിൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, വഇസ്സതി വജലാലി, ഞാൻ എൻ്റെ പ്രതാപത്തിലും മഹത്വത്തിലും സത്യമിട്ടുകൊണ്ട് പറയുന്നു, ഇൻ അതാനി ലൈല, ആ അടിമ തിന്മ ചെയ്തിട്ട് രാത്രി എൻ്റെ അടുക്കൽ വന്നാൽ ഖബിൽതു, ഞാൻ അവനെ സ്വീകരിക്കും. വഇൻ അതാനി നഹാറ, അവൻ പകലിൽ എൻ്റെ അടുത്ത് വന്നാൽ ഖബിൽതു, ഞാൻ അവനെ സ്വീകരിക്കും. വഇൻ തഖറബ മിന്നി ശിബ്റ, അവൻ ഒരു ചാണനിലേക്ക് എടുത്താൽ തഖറബ്തു, ഒരു മുഴം എന്നിലേക്ക് എടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു ചാണെടുക്കും. അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാറെടുക്കും. അങ്ങനെ അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി വരും. അല്ലാഹു പറയാൻ. എന്നിട്ട് അല്ലാഹു പറയാ, അവൻ തിന്മ ചെയ്തിട്ട് തൗബ ചെയ്യാതെ വീണ്ടും അവൻ ജീവിച്ചാൽ അപ്പോഴും ഞാൻ അവനെ പിടിക്കില്ല, ഞാൻ അവനെ വിടും. അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ തുബ്തു അലൈഹി, ഞാൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. മൻ അഅ്ളമു മിന്നി ജൂദൻ വകറമ, നിങ്ങൾ പറയിൻ എന്നെക്കാൾ ഔദാര്യം ചെയ്യുന്നവൻ, മാന്യതയുള്ളവൻ ആരാണുള്ളത്? വഅനൽ ജവ്വാദുൽ കരീം, ഞാനാണ് മാന്യനായ ഔദാര്യവാൻ. അതുകൊണ്ട് അല്ലാഹ് പറയാൻ, അബ്ദി യബീതൂന യുബാരിസൂനനി ബിൽ അദായിം, എൻ്റെ അടിമകൾ രാത്രി തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. വഅഹ്റുസുഹും അലാ വഅന അക്ലഉഹും ഫീ മദാജിഇഹിം, അവരുടെ വിരിപ്പുകളിൽ ഞാനാണ് അവർക്ക് സുഖമായി ഉറക്കം കൊടുക്കുന്നത്. വഅഹ്റുസുഹും അലാ ഫുറുഷിഹിം, അവരുടെ വിരിപ്പുകളിൽ അവർക്കാണ് ഞാൻ നല്ല വിധാനിച്ചു കൊടുക്കുന്നത്, അവർക്ക് കിടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. മൻ അഖ്ബല ഇലൈ, എന്നിലേക്ക് അടുത്താൽ തലഖൈതുഹു മിൻ ബഈദ്, വിദൂരത്ത് നിന്ന് ഞാൻ അവനെ സ്വീകരിക്കും. വമൻ തറക ലിഅജലി, എൻ്റെ പേരിൽ തിന്മകൾ ഉപേക്ഷിച്ചാൽ അഅതൈതുഹു ഫൗഖൽ മസീദ്, ഞാൻ ഒരുപാട് അവന് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, അഹ്ലു ദിക്രി, എന്നെ ഓർക്കുന്നവൻ, അഹ്ലു മുജാലസതി, എൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ അവന് ഞാൻ അർഹത കൊടുക്കും. അഹ്ലു ശുക്രി, എന്നോട് നന്ദി കാണിക്കുന്നവർ. അഹ്ലു സിയാദതി, അവൻ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും. വഅഹ്ലു ത്വാഅതി അഹ്ലു കറാമതി, എന്നെ അനുസരിക്കുന്നവർ ഞാൻ ഇനിയും ഇനിയും മാന്യതകളുടെ വഴികൾ, ആദരവിന്റെ വഴികൾ തുറന്നു കൊടുക്കും. പിന്നെ അല്ലാഹ് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കും പ്രിയമുള്ളവനെ, അഹ്ലു മഅസിയതി, എന്നെ തിന്മ ചെയ്ത് എന്നോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, ലാ ഉഖ്നിതുഹും മിർ റഹ്മതി, എൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഞാൻ അവരെ നിരാശരാക്കില്ല. അല്ലാഹു പറയാണ്,
തിന്മകൾ ചെയ്യുന്നവരെ എന്റെ കാരുണ്യത്തിൽ നിരാശരാക്കില്ല. ഇൻ താബു ഇലയ്യ ഫഅന ഹബീബുഹും, അവൻ പശ്ചാത്തപിച്ചാൽ ഞാൻ അവരുടെ കൂട്ടുകാരനാണ്. വ ഇല്ലം യതൂബു, അവൻ പശ്ചാത്തപിച്ചില്ലെങ്കിൽ ഫഅന തബീബുഹും, ഞാൻ അവനെ ചികിത്സിക്കുന്നവനാണ്. അബ്തലീഹിം ബിൽ മസാഇബ്, ഞാൻ അവനെ പരീക്ഷണങ്ങളിൽ കൊണ്ടു നടക്കും. എന്തിനാ? ലിഉതഹിറഹും മിനൽ മആയിബ്, അവന്റെ തിന്മകളിനെ പരിശുദ്ധമാക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് മലക്കുകളോട്, ഭൂമിയോട്, ആകാശത്തോട് പറയുന്നത് അവരെന്റെ അടിമകളാണ്, അവരെ നിങ്ങൾ വിട്ടേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഹദീസ് പറഞ്ഞുകൊണ്ട് തങ്ങൾ അരുളി, ഒരടിമ ഒരു തിന്മ ചെയ്യും, എന്നിട്ട് ആ അടിമ വരും അല്ലാഹുവിന്റെ അടുക്കൽ, എന്നിട്ട് അല്ലാഹുവിനോട് പറയും, റബ്ബി അദ്നബ്തു, ഞാൻ തിന്മ ചെയ്തു, ഫഗ്ഫിർലി, എനിക്ക് നീ മാപ്പ് തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അഅലിമ അബ്ദി, എന്റെ അടിമ അറിഞ്ഞോ, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ്, അവന് പാപങ്ങൾ പൊറുക്കുന്ന റബ്ബുണ്ടെന്ന് അവൻ അറിഞ്ഞോ, അവനെ പിടിച്ച് ശിക്ഷിക്കുന്ന റബ്ബുണ്ടെന്ന് അവൻ അറിഞ്ഞില്ലേ? അതുകൊണ്ട് ഗഫർതു ലി അബ്ദി, എന്റെ അടിമക്ക് ഞാൻ മാപ്പ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ മകത്, കുറച്ചു നാൾ അവൻ നന്നായിട്ട് ജീവിക്കും, വീണ്ടും അവൻ തിന്മ ചെയ്യും. അവൻ പറയും, റബ്ബി അദ്നബ്തു ദംബി, അല്ലാഹുവേ ഞാൻ തിന്മ ചെയ്തു, ഫഗ്ഫിർ, എനിക്ക് മാപ്പ് തരണം. ഫഖാല റബ്ബു, വീണ്ടും റബ്ബ് പറയും, അഅലിമ അബ്ദി അന്ന റബ്ബൻ യഗ്ഫിറു ദംബ്, പാപങ്ങൾ പൊറുക്കുന്ന റബ്ബുണ്ടെന്ന് അവൻ അറിഞ്ഞോ, എങ്കിൽ അവന് വീണ്ടും ഞാൻ മാപ്പ് കൊടുക്കാൻ. വീണ്ടും കുറച്ചു നാൾ നല്ലതുപോലെ ജീവിക്കും, വീണ്ടും തിന്മകളിലേക്ക് വരും, വീണ്ടും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കും. അല്ലാഹു പറയും, അവന് പശ്ചാത്താപം സ്വീകരിക്കുന്ന റബ്ബുണ്ടെന്നറിഞ്ഞോ, എങ്കിൽ ഞാൻ അവന് പുറത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയും, ഫൽയഫ്അൽ മാ ഷാ, നീ ഇഷ്ടമുള്ളത് ചെയ്യുക, നിനക്ക് പുറത്തു തരാൻ ഒരു റബ്ബുണ്ട്. പ്രിയമുള്ളവരെ, ഈ റബ്ബ് നമ്മളെ വിളിക്കുക, വസാരിഉ, നിങ്ങൾ ഓടിയെടുക്കണേ, ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. ആ പാപമോചനത്തിന്റെ വിശാലത അറിയാൻ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തേക്ക് പോയി. തങ്ങളുടെ മനസ്സിനെ ഏറ്റവും നൊമ്പരപ്പെടുത്തുക, തങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കൽ അല്ലാഹു ഒരിക്കലും ഇഷ്ടമല്ല. തങ്ങളോട് തബ്ബല്ലക അബൂ ലഹബ് പറഞ്ഞപ്പം ഉടനെ അല്ലാഹു മറുപടി പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബിർ. തങ്ങളെ മജ്നൂൻ എന്ന് വിളിച്ചപ്പോ അവൻ അല്ലാഹു മറുപടി നൽകി, നീ വ്യഭിചാര സന്താനമാണ്. തങ്ങളെ പരിഹസിച്ചവർക്ക് അല്ലാഹു ഉടൻ മറുപടി കൊടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇതേ അല്ലാഹു തന്നെ ആ നബി തങ്ങളുടെ മനസ്സിന് ഏറ്റവും നൊമ്പരപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട്. പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്ത് തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കണ്ടു. തങ്ങൾക്ക് കരച്ചിൽ വന്നു. കാരണം ഹംസയുടെ കൈകാലുകൾ മുറിക്കപ്പെട്ടു, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു, ശരീരം വികൃതമാക്കപ്പെട്ടു. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എളാപ്പയാണ് ഹംസ. തങ്ങളോടും അങ്ങനെയായിരുന്നു. ആ എളാപ്പയുടെ അവസ്ഥ കണ്ട് തങ്ങൾ കരയാൻ തുടങ്ങി. തങ്ങൾക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. സഹാബാക്കൾ പറഞ്ഞ് നിങ്ങൾ ഓടി വന്നു. തങ്ങളോട് പറഞ്ഞു, അങ്ങല്ലയോ ഞങ്ങളുടെ കരയരുതെന്ന് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഹംസയുടെ അവസ്ഥ കണ്ട് ഞാനെങ്ങനെ കരയാതിരിക്കും. നബി തങ്ങൾക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, 70 സഹാബാക്കളെ തങ്ങൾ മയ്യിത്ത് നിസ്കരിപ്പിക്കുമ്പോഴും തങ്ങൾ ഹംസ തന്നെ ജനാസ മാറ്റിയില്ല. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയും എടുത്തുകൊണ്ട് തങ്ങൾ ഖബർസ്ഥാനിലേക്ക് പോയി, ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് തങ്ങൾ കരഞ്ഞുകൊണ്ട് ഖബറിന് കയറി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ദുഃഖിക്കണ്ട. ഹംസയെ കുറിച്ച് അർശിൽ അല്ലാഹ് എഴുതി, ഹംസത്തു അസദുല്ലാഹി വസദു റസൂലി, ഹംസ അല്ലാഹുവിന്റെയും റസൂലിന്റെയും സിംഹമാണ്. മക്കം ഫത്ഹായി. മക്ക വിജയത്തിന്റെ സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട പലരും ഒളിച്ചോടി. ഇന്ന് മുഹമ്മദിന്റെ അതിശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിസ്സഹായരായി അവിടെ നിന്ന് ഇറങ്ങി ഓടിയ കൂട്ടത്തിൽ വഹ്ശിയുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഓടി. കാരണം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനാണ് ഞാൻ, എന്നെ ഇന്ന് വിടില്ല, എന്നോട് പ്രതികാരം വിട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, അത്രമേൽ തിന്മകൾ ചെയ്ത വഹ്ശി ഓടി. വഹ്ശി അവിടെയും ദഅവത്തിനാണെത്തി. വഹ്ശിയോട് ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. വഹ്ശി പറഞ്ഞു, ഈ വചനങ്ങളിലൊന്നും എനിക്ക് പ്രതീക്ഷ വരുന്നില്ല. അവസാനം 3-ാമത്തെ ആള് വഹ്ശിയുടെ അടുത്ത് എത്തി. വഹ്ശി പറയുന്നുണ്ട്, എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ആയത്താണ്. ഏതായത്താണ് പ്രിയമുള്ളവരെ? ഖുൽ, നബിയെ പറയണം,
യാ ഇബാദിയല്ലദീന അസ്റഫു, തിന്മകൾ ചെയ്ത എൻ്റെ അടിമകളോട് പറയണം. അല്ലാഹ് ഹജ്ജ് ചെയ്ത എൻ്റെ അടിമയെന്നോ ഉംറ ചെയ്യുന്ന എൻ്റെ അടിമയെന്നോ നിസ്കരിക്കുന്ന എൻ്റെ അടിമയെന്നോ അല്ല വിളിക്കുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫു, വ്യഭിചരിച്ച എൻ്റെ അടിമ, മോഷ്ടിച്ച എൻ്റെ അടിമ, തിന്മകൾ ചെയ്ത എൻ്റെ അടിമ, എല്ലാ ഹറാമുകളും പ്രവർത്തിച്ച എൻ്റെ അടിമ, ആ അടിമയെ അല്ലാഹ് വിളിക്കുക, അവൻ എൻ്റെ അടിമയാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എൻ്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന് പറയണം. ഈ ആയത്ത് കേട്ടപ്പോ വഹ്ശിയുടെ മനസ്സ് തുറന്നു. നേരെ നബി തങ്ങളുടെ മജ്ലിസിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് ഏറ്റവും ഒമ്പരമുണ്ടാക്കുന്ന ആ വഹ്ശിയുടെ മുഖം കാണുമ്പം തങ്ങൾക്ക് 8 വർഷത്തിന് ശേഷം തന്റെ അളാപ്പ ഓർമ്മ വരുന്ന ആ വഹ്ശിയോട് അള്ളാഹു നിനക്ക് മാപ്പ് നൽകി എന്ന് പറയുമ്പം ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ അറിയേണ്ടത്. പ്രിയമുള്ളവരെ, എത്ര വലിയ കൊടിയ തിന്മകൾ ചെയ്താലും മാപ്പ് തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അള്ളാഹുവിനെ വിട്ടിട്ട് നമ്മൾ എവിടേക്കാ പ്രിയമുള്ളവരെ സഞ്ചരിക്കുന്നത്? 99 കൊല ചെയ്ത ഇമാം ബുഖാരി ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണണം. ആ ഹദീസ് 99 പേരെ കൊല ചെയ്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറയാ ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കാൻ ഒരു മനുഷ്യനെ കണ്ടെത്തി. പുരോഹിതൻ, ആബിദായ മനുഷ്യൻ. അദ്ദേഹത്തോടേക്ക് തൗബയുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ തൗബ, 99 പേരെ കൊന്ന നിനക്ക് എവിടെ നിന്ന് തൗബ? ആ മനുഷ്യന് ദേഷ്യം തോന്നിയിട്ട് ആ മനുഷ്യനെ 100 തികച്ചു. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് തൗബയുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ സംശയമുണ്ടോ? ഈ ഹദീസ് അല്ലാഹ് പഠിപ്പിക്കുകയാണ്, നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എനിക്ക് തൗബയുണ്ടോ, ഞാൻ ചെയ്ത തിന്മ അതിൽ കടുപ്പമാണ് എന്ന് ചിന്തിക്കുന്നവർ ഈ ഹദീസ് പഠിക്കണം. ഫഹല്ലി മിൻ തൗബ എന്ന് പറഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ നടക്കുക. ഒരു ആലിമിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, തൗബയുണ്ട്, പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി താമസിക്കണം, സാലിഹീങ്ങളുടെ നാട്ടിലേക്ക് പോകണം, നല്ലവരുടെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ ആ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ എന്തായാലും നന്നാകണം. അദ്ദേഹം സ്വന്തം നാട് വിട്ട് സാലിഹീങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹം നാട്ടിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മരണം സംഭവിച്ചു. നമ്മൾ ആലോചിക്കുക, മരണം സംഭവിച്ചപ്പോഴേക്ക് മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ മലക്കും വന്നു, അദാബിന്റെ മലക്കും. രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഹദീസിലുണ്ട്, റഹ്മത്തിന്റെ മലക്ക് പറഞ്ഞു, ഇദ്ദേഹം തൗബ ചെയ്യാൻ ഇറങ്ങി, ഞങ്ങൾ കൊണ്ടുപോകാം. അദാബിന്റെ മലക്ക് തൗബ ചെയ്തിട്ടില്ല, ഇയാൾ ചെയ്തത് 100 കൊലയാണ്, അതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ അർഹതപ്പെട്ടതാണ്, തൗബ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും. തർക്കം നടക്കാൻ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ തീരുമാനമെടുക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം പോയി തർക്കത്തിന് തീരുമാനമുണ്ടാക്കി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇയാൾ സാലിഹീങ്ങളുടെ നാടിനോട് അടുത്തതെങ്കിൽ തൗബയുണ്ട്, തിന്മ ചെയ്ത നാടിനോട് അടുത്തതെങ്കിൽ ഇദ്ദേഹത്തിന് തൗബയില്ല. സത്യത്തിൽ അദ്ദേഹം തിന്മ ചെയ്ത നാടിനോട് അടുത്ത് കിടക്കുകയാണ്, സാലിഹീങ്ങളുടെ നാടിനോട് അകന്ന് കിടക്കുകയാണ്. ഹദീസിലുണ്ട്, അല്ലാഹ് പറയാണ് ആ ഭൂമിയോട്, ഏത് സാലിഹീങ്ങളുടെ നാടിനോട് അല്ലാഹ് പറയ തഖറബി, എന്റെ അടിമയിലേക്ക് നീ അടുത്തുവാ. അയാള് പുറപ്പെട്ട നാടിനോട് അല്ലാഹ് പറയ തബാഅദി, നീ വിദൂരത്തേക്ക് പോ. അളന്നു നോക്കി, തൗബ സ്വീകരിക്കപ്പെട്ടു. 100 കൊല ചെയ്ത മനുഷ്യന്റെ തൗബ സ്വീകരിച്ച് അല്ലാഹ് പറയാ, വസാരിഉ, നിങ്ങൾ അടുക്കിൻ, നിങ്ങൾ ഓടിയടുക്കിൻ, ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ റബ്ബ് മഗ്ഫിറത്തുമായി കാത്തു നിൽക്കാൻ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തൗബ ചെയ്യാതിരിക്കുക? പിന്നെ എങ്ങനെ നമ്മൾ തിന്മയിലേക്ക് മടങ്ങുക? മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ, കിഫിൽ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ, ഇമാം തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ആ ചെറുപ്പക്കാരന്റെ ജീവിതം വ്യഭിചാരത്തിലും മദ്യത്തിലുമായി ചെലവഴിച്ചു. ദിവസവും പുതിയ പുതിയ സ്ത്രീകളെ കണ്ടെത്തി വ്യഭിചരിക്കുക എന്നത് അയാളുടെ ഹോബിയായി. അങ്ങനെ വ്യഭിചാരത്തിനു വേണ്ടി 60 ദീനാർ, അന്നത്തെ 60 ദീനാർ എന്ന് പറയുന്നത് 12 ലക്ഷത്തിലേറെ വരും. ആ 12 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ത്രീയുമായി അവർക്ക് പൈസ കൊടുത്ത് അവരിലേക്ക് ഇണചേരാൻ, വ്യഭിചരിക്കാൻ വേണ്ടി കടന്നു. ആ സ്ത്രീ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? നീ പൈസ വാങ്ങിച്ചിട്ടല്ലേ? ഞാൻ പൈസ വാങ്ങിയത് എൻ്റെ ജീവിതത്തിന്റെ നിർബന്ധ സാഹചര്യം കൊണ്ടാണ്. ഞാൻ മാന്യ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേശ്യ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എൻ്റെ ദാരിദ്ര്യമാണ് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് പശ്ചാത്തപിക്കും. കിഫിൽ എന്ന ചെറുപ്പക്കാരന്റെ മനസ്സ് മാറി. ആ സ്ത്രീയുടെ ആ വാക്കുകൾ അസർ ചെയ്തു.
കിഫിൽ എന്ന ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഞാൻ നന്നാവാൻ, ഞാൻ ഇനി തിന്മ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ഹദീസിൽ വരുന്നുണ്ട്, ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ മരിച്ചുപോയി. കിഫിൽ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. നമ്മൾ ആലോചിക്കണം, കിഫിൽ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ആ നാട്ടിൽ ഒരാൾക്കും നല്ല അഭിപ്രായമില്ല. തിന്മകളുടെ മേൽ തിന്മകളിൽ കഴിഞ്ഞുകൂടിയ, വ്യഭിചാരത്തിലും മദ്യത്തിലും കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യനെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവനെ കുറിച്ച് ആർക്കും വേറൊരു അറിവുമില്ല. കിഫിൽ മരിച്ചു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്ന് അറിയിപ്പ് നൽകി, കിഫിൽ എന്ന എന്റെ അടിമ മരിച്ചിട്ടുണ്ട്, അവൻ തൗബ ചെയ്തിട്ടാ മരിച്ചത്. അതുകൊണ്ട് അവന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, അവനെ നിങ്ങൾ കഫൻ പൊതിയണം എന്ന് മാത്രമല്ല, ഹദീസിലുണ്ട് ആ കിഫിലിന്റെ വീട്ടിന്റെ വാതിലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താൽ എഴുതി വെച്ചു, ഇന്നല്ലാഹ ഖദ് ഗഫറ ലിൽ കിഫിൽ, കിഫിലിന് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ റബ്ബ് നമ്മളെ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ റബ്ബാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് ഈ റബ്ബ് നമ്മളോട് പറയും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ചൂട് കഠിനമായ ഒരു കാലഘട്ടം, അല്ലാഹു നമ്മുടെ ചൂടൊക്കെ മാറ്റി തരട്ടെ. ഈ കഠിനമായ കാലഘട്ടത്തിൽ സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള നിസ്കാരമുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വേണ്ടി മൈതാനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മൈതാനത്തെത്തുമ്പോഴേക്ക് ദുആ ചെയ്യുമ്പോൾ ചൂട് കഠിനമായി കൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ്, നിന്നോട് ഞാൻ മഴയെ തേടി നിസ്കാരത്തിന് വേണ്ടി വന്നിട്ട് ചൂട് കഠിനമാകുകയാണല്ലോ. അല്ലാഹ് പറഞ്ഞു, 40 വർഷമായി എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാള് നിങ്ങളിത് മാറാതെ ഞാൻ നിങ്ങളിലേക്ക് മഴ നൽകില്ല. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരാണ് 40 വർഷം പടച്ചവനെതിരെ പ്രവർത്തിച്ചവൻ? അവൻ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം പറയാൻ, 40 വർഷം തിന്മ ചെയ്ത അടിമ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനോട് സംസാരിക്കുന്ന രംഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ അടിമ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇന്നി അദ്നബ്തു 40 സന, ഞാൻ 40 വർഷം തിന്മ ചെയ്തു. ഫസതർത, നീ അത് മറച്ചു വെച്ചു റബ്ബേ. ഇപ്പോൾ ഞാൻ വീണ്ടും നിന്നോട് തൗബ ചെയ്യാൻ ഞാൻ എഴുന്നേറ്റു പോയാൽ ആ പാപി ഞാനാണ് ജനങ്ങൾ അറിയും. അതുകൊണ്ട് നീ എനിക്കിപ്പം മാപ്പ് തന്നാൽ എന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടും. അള്ളാഹുവിനോട് സ്നേഹം കൊണ്ടല്ല തൗബ ചെയ്തത്, അള്ളാഹുവിനോടുള്ള പേടി കൊണ്ടല്ല തൗബ ചെയ്തത്. എന്റെ അഭിമാനം നഷ്ടപ്പെടുമെന്നോർത്ത് തൗബ ചെയ്ത ഒരാളോട് അല്ലാഹ് പറയാ, അവന് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങി. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ അല്ലാഹ്, ഈ കൂട്ടത്തിൽ 40 വർഷം തിന്മ ചെയ്ത ആളുണ്ട്, ആ തിന്മ ചെയ്ത ആള് പോകാതെ മഴ പെയ്യില്ലെന്ന് നീ പറഞ്ഞിട്ട് എങ്ങനെയാണ് റബ്ബെ മഴ പെയ്യുന്നത്? മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞ മറുപടി, നമ്മുടെ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം പ്രിയമുള്ളവർ. അല്ലാഹ് പറയാൻ, ആദ്യം മഴ തടഞ്ഞത് ഞാൻ അവന്റെ പേരിലാണെങ്കിൽ, അവന്റെ പേരിലാണ് ഞാൻ വീണ്ടും മഴ പെയ്യിപ്പിച്ചതെന്ന് അല്ലാഹ് പറഞ്ഞെങ്കിൽ, ഈ അല്ലാഹ് എന്നെയും നിങ്ങളെയും സ്വീകരിക്കാൻ കാത്തു നിൽക്കുക. അതുകൊണ്ട് മത്സരിച്ചു മുന്നേറി. ഇനി ദിവസങ്ങളില്ല, ഇനി എത്ര നിമിഷമുണ്ടെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കിൻ, പശ്ചാത്തപിക്കിൻ. നമുക്കിനി അടുത്ത റമദാൻ ഉണ്ടെന്ന് ആർക്കറിയാം? നാളത്തെ പകലിൽ നമ്മൾ ഉണ്ടെന്ന് നമുക്കറിയുമോ? നമ്മൾ ആരുടെ ധൈര്യത്തിനാണ് തിന്മ ചെയ്തു കൂട്ടുന്നത്? റമദാൻ മാസമായിട്ടും റമദാനിന്റെ പകലുകൾ നമ്മൾ അല്ലാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ നന്ദി കെട്ടവരാരാണുള്ളത് പ്രിയമുള്ളവർ. അതുകൊണ്ട് പശ്ചാത്തപിക്കാനുള്ള അവസരം, റബ്ബിന് കൈകളും നീട്ടി കാത്തു നിൽക്കാൻ. എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, എന്റെ അടിമ പശ്ചാത്തപിച്ചാൽ ഞാൻ സ്വീകരിക്കും. ആ അല്ലാഹുവിനെ നമ്മൾ അറിയും, ആ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കി. അവനക്ക് ഒരു നിബന്ധനയില്ല, അവനൊരൊറ്റ നിബന്ധനയുള്ളൂ, നമ്മൾ തയ്യാറാകണം, നമ്മൾ ഖേദിക്കണം. അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങാൻ തയ്യാറായാൽ എത്ര കൊടും പാപിയാണോ അല്ലാഹ് നോക്കില്ല, അവനെ സ്വീകരിക്കും. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് അല്ലാഹു സ്വീകരിച്ചത് പ്രിയമുള്ളത്. ഇസ്രായേൽ റിവായത്തുകളിൽ വരുന്നൊരു സംഭവമുണ്ട്. ഒരു തിന്മ ചെയ്ത മനുഷ്യൻ, വിഗ്രഹത്തെ പൂജാരി, വിഗ്രഹം ആരാധിക്കുന്ന ആളാണ്. അയാൾ ഇങ്ങനെ ഏത് സമയവും അവൻ സനമി സനമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്റെ വിഗ്രഹമേ, എന്റെ വിഗ്രഹമേ എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവന്റെ നാവിൽ നിന്ന് യാ സമദ് എന്ന് വന്നുപോയി. അല്ലാഹ് പറഞ്ഞു, ലബ്ബൈക യാ അബ്ദി, എന്റെ അടിമക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ.
ആ സമയത്ത് മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ, 70 വർഷം വിഗ്രഹത്തെ വിളിച്ചവൻ അയാസനമെന്ന് വിളിക്കുന്നതിനിടയിൽ സമതെന്ന വാക്കറിയാതെ വന്നപ്പോ നീ ഉത്തരം കൊടുത്തില്ല റബ്ബേ. അല്ലാഹു പറയും, 70 വർഷമായി അവന്റെ നാവിനത് വരാൻ ഞാൻ കാത്തു നിൽക്കുക. ഇതാണ് നമ്മുടെ റബ്ബ്. റബ്ബ് നമ്മളെ കാത്തു നിൽക്കുക, തൗബ ചെയ്യുന്നതിന്റെ അടിമയെ കാത്തു നിൽക്കാൻ കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ അവസാനത്തെ റമദാനിലേക്ക്, അവസാനത്തെ സമയങ്ങളിലേക്ക് കിടന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ അവസാനത്തെ റമദാനോ എന്ന് നമുക്കറിയില്ല. ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പശ്ചാത്താപം അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കണം. പുതിയ മനുഷ്യനാകണം. ഇനി പഴയതുപോലെ ജീവിച്ചാൽ പോരാ. അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് തട്ടിക്കളയണം? അവന്റെ മഗ്ഫിറത്തിനെ എന്തിന് നമ്മൾ തട്ടിക്കളയണം? അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവൻ മഗ്ഫിറത്തും സ്വർഗവും ഇത്ഖും മിനൻ നാർ ഒക്കെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. കൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കിൻ, പശ്ചാത്തപിക്കിൻ, മനസ്സുകൊണ്ട് ഇപ്പോൾ തന്നെ ചിന്തിക്കിൻ, ഞാൻ എന്റെ തിന്മയിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്ന് തീരുമാനിക്കൂല ഇൻഷാ അല്ലാഹ്. നമ്മൾ തൗബ ചെയ്യും. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ വലിയ വാക്കുകളൊന്നും വേണ്ട, ഒരുപാട് വാക്കുകളൊന്നും പറയണ്ട. പക്ഷേ ഹൃദയത്തിന്റെ ഖേദത്തോടുകൂടി അള്ളാഹുനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അള്ളാഹ് എനിക്ക് പൊറുത്തുതാ എന്ന് പറഞ്ഞാൽ അത് മതി അള്ളാഹുവിന്. ഒരുപാട് വാക്കുകളൊന്നും പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമ അങ്ങനെ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷം എത്രയാണെന്നറിയോ? നമ്മൾ ചെയ്ത മുഴുവൻ തിന്മകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹ് സന്തോഷിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മനുഷ്യൻ തന്റെ ഒട്ടകത്തിന്റെ മേൽ സാധന സാമഗ്രികളുമായി യാത്ര തുടങ്ങി. ആ യാത്രാ മധ്യേ അയാൾ അല്പം വിശ്രമിച്ചു. മരുഭൂമിയിലാണ്. വിശ്രമത്തിനിടയിൽ അയാളുടെ ഒട്ടകവും അയാളുടെ സാധന സാമഗ്രികളും എവിടെയോ പോയി. കാണുന്നില്ല. കണ്ണു തുറന്ന മനുഷ്യന് ഒട്ടകമില്ല, സാധന സാമഗ്രികളില്ല. ആ മനുഷ്യന് മാനസികമായി ഭയങ്കര പ്രയാസം വന്നു. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒന്നും കിട്ടാനില്ല. മരണം മുഖാമുഖം കണ്ടു. ക്ഷീണിച്ച് വീണ്ടും ഉറങ്ങിപ്പോയി. ഉറങ്ങിയ മനുഷ്യൻ പിന്നെ കണ്ണു തുറന്നപ്പോ തന്റെ ഒട്ടകവും സാധന സാമഗ്രികളും തിരിച്ചു കിട്ടി. ആ മനുഷ്യന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അൻത അബ്ദി വ അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടിമയുമാണ്. അള്ളാഹുവിനോട് സന്തോഷം കൊണ്ട് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. ഈ സന്തോഷാധിക്യത്തെ കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയാ, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി മിൻ, അല്ലാഹു ഈ അടിമ സന്തോഷിച്ചതിലേറെ ഒരാൾ തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി. അള്ളാഹിനെ സന്തോഷിപ്പിക്കട്ടെ. നമുക്ക് അന്നം നൽകിയ, നമുക്ക് റിസ്ക് നൽകിയ, നമുക്ക് വാപ്പയെ തന്ന, നമുക്ക് ഉമ്മയെ തന്ന, 2 കിഡ്നികൾ തന്ന, ആ കിഡ്നിയിൽ 12 ലക്ഷം അരിപ്പകൾ നിശ്ചയിച്ച് രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ രക്തത്തെ ശുദ്ധിയാക്കി, നമ്മുടെ കണ്ണിനുള്ളിൽ ആയിരക്കണക്കിന് ഞരമ്പുകൾ തന്ന, ശരീരത്തിന്റെ ഉള്ളിലെ സർവമാന മുഴുവൻ കാര്യങ്ങളെയും സന്തുലിതമായി നിയന്ത്രിക്കുന്ന ആ റബ്ബിനെ സന്തോഷിപ്പിക്കാതെ പിന്നെ ആരെയും നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ ഇബ്ലീസിനെ സന്തോഷിപ്പിക്കണോ അതല്ല റബ്ബിനെ സന്തോഷിപ്പിക്കണോ എന്ന് ആലോചിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തിന്മയിൽ വീണ്ടും മുഴുകിയാൽ ഇബ്ലീസിന് സന്തോഷമാവും. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സന്തോഷിപ്പിക്കും, നമ്മൾ പശ്ചാത്തപിക്കും, ഈ ജീവിതം നമ്മൾ നന്നാക്കിയെടുക്കും. ഇനി നമ്മുടെ തിന്മകളിലേക്ക് മടങ്ങില്ലെന്ന് തീരുമാനിക്കും. അള്ളാഹു നമുക്ക് അങ്ങനെ നസൂഹായ തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി അങ്ങാടികളിൽ സമയങ്ങൾ ചെലവഴിച്ച് ഗഫലത്തിലായി സമയങ്ങൾ തീർക്കാതെ നമ്മൾ മസ്ജിദുകളിലായി അധികം സമയം നമ്മൾ ചെലവഴിക്കും. പ്രത്യേകിച്ച് അവസാനത്തെ 10-നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഭാര്യമാർ പറയുക, തങ്ങൾ അവസാനത്തെ 10-ലേക്ക് പ്രവേശിച്ചാൽ ശദ്ദ മിഗ്സറ, തങ്ങളുടെ ഉടുമുണ്ടൂർ മുറുക്കി ഉടുക്കും. വഅഹ്യാ ലൈല, രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ സജീവമാക്കും. തങ്ങൾ അധിക ദിവസം അങ്ങനെയാണ്. പക്ഷെ റമദാനിൽ പ്രത്യേകവും സ്വന്തം കുടുംബത്തെയും തങ്ങൾ ഉണർത്തും. തങ്ങളെ ഇഅ്തികാഫിലായിട്ടാണ് അവസാനത്തെ 10. ജീവിതത്തിൽ റമദാനിൽ ഒരിക്കലും തങ്ങൾ ഉപേക്ഷിക്കാത്ത അമലാണ് ഇഅ്തികാഫ്. അത്ര പ്രധാനപ്പെട്ട സുന്നത്താൻ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയരുത്. അതുകൊണ്ട് അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ വഴി മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കലാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കും, ഇനി എത്ര നാള്, എത്ര ആയുസ് ആർക്കറിയാം? ഇനി എന്തിന് നമ്മൾ കാത്തു നിൽക്കണം? എന്ത് തിരക്കിട്ട ജീവിതം! മലക്കുൽ മൗത്ത് ഒന്ന് കാലിൽ സ്പർശിച്ചാൽ 60 വർഷം ജീവിച്ചവന്റെ മുഴുവൻ ഓർമ്മയും ഇല്ലാതെയാകും. ഒന്ന് സ്പർശിച്ചാൽ മതി. അങ്ങനത്തെ മരണം നമ്മുടെ പിന്നാലെയുള്ളപ്പം നമുക്കെന്ത് തിരക്കാണ് പറയുന്നത്.
അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇഅ്തികാഫിൽ മാഷാഅല്ലാഹ് ഈ മസ്ജിദിൽ അതിനുള്ള സൗകര്യമുണ്ട്, എവിടെയുണ്ട് നമ്മുടെ സൗകര്യം അവിടെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നമ്മൾ 10 ദിവസം പൂർണ്ണമായി ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി നിയത്ത് വെക്കുക. കുറഞ്ഞ പക്ഷം രാത്രി സമയത്തെങ്കിലും മസ്ജിദിൽ സമയം ചെലവഴിക്കുക. ഈ അവസാനത്തെ 10 ഒരു രാത്രി പോലും അങ്ങാടിയിലോ വിസ്മൃതിയിലോ അള്ളാഹുവിന് അകന്നു കഴിയുന്ന ഒരു കാര്യത്തിൽ ചെലവഴിക്കൂല എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.